എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റി ഹൽവയാണ്. റവ ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂട്ടത്തിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് ബോംബെ ഐസ് ഹൽവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാര, ഇവിടെ ഒരു 1/4 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് നെയ്യ്. 1/4 കപ്പ് നെയ്യെന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂൺ നെയ്യ് കാണും. ഈ കൂട്ടുകളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഹൽവ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ കുറച്ച് സമയം മാത്രം മതി. ആദ്യത്തെ കുറച്ച് സമയം തീ നന്നായിട്ട് കൂട്ടിയിട്ടതിന് ശേഷമാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ കൂട്ടിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി പാത്രത്തിൽ നിന്ന് തിളച്ച് മറിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈ മാറ്റാതെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഇത് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്ക് തീ കുറച്ചിടാം. കൂട്ടിവിടെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ഏലക്ക പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് വെള്ളത്തിൽ ഒരു നുള്ള് കുങ്കുമപ്പൂ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കളറിന് വേണ്ടി ചേർക്കുന്നത്. ഫുഡ് കളർ ഉള്ളവർ അത് ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് കൂട്ടൊക്കെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങും. ഇനി അധിക സമയം അടുപ്പത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. കൂട്ടിവിടെ നന്നായിട്ട് കുറുകി ഹൽവ പരുവത്തിലായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തണുത്ത് വരുമ്പോഴേക്ക് ഇത് നല്ല കട്ടിയായിട്ട് വരും. ഇവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിനി കുറച്ച് സമയം തണുക്കാൻ വേണ്ടി വെക്കണം. ഇവിടെ ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ട് അധികം ബലം കൊടുക്കാതെ വേണമെന്ന് പരത്തിയെടുക്കാൻ. ഒരുപാട് വണ്ണത്തിലല്ല, കുറച്ച് കനം കുറച്ചാണ് ഇത് പരത്തിയെടുക്കുന്നത്. എല്ലാ ഭാഗവും ഒരേപോലെ പരത്തിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് ബോംബെ ഐസ് ഹൽവ. ഇത് ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കണം. ഏകദേശം എല്ലാ ഭാഗവും ഇവിടെ ഒരുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനിയൊന്ന് തുറന്നു നോക്കാം. ഇതിവിടെ എല്ലാ ഭാഗവും ഒരുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ബദാം മുറിച്ചത് ഇട്ട് കൊടുക്കാം. ബദാം എല്ലാ ഭാഗത്തും ഇട്ടതിന് ശേഷം ബട്ടർ പേപ്പർ ഒന്നുകൂടെ മുകളിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കാം. ബദാം എല്ലാം ഹൽവയിലൊന്ന് പിടിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഹൽവയിൽ ബദാം എല്ലാം നന്നായി പിടിച്ച് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി മുറിച്ചെടുക്കാം. ബട്ടർ പേപ്പർ കൂട്ടിയാണ് ഇത് മുറിച്ചെടുക്കുന്നത്. ഒരേ വലിപ്പത്തിലുള്ള സ്ക്വയർ ഷേപ്പിൽ നമുക്കിത് മുറിച്ചെടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. അതുപോലെ തന്നെയാണ് ഇത് കഴിക്കാനും. വായിലിടുമ്പോൾ തന്നെ ഇത് അലിഞ്ഞു പോകും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. നാളെ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.